നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പിത്താശയ കല്ലുകളെ കുറിച്ചാണ്. കരളിന് താഴെ വയറിൻ്റെ മുകളിൽ വലതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചെറിയ പിയർ ആകൃതിയിലുള്ള ഒരു അവയവമാണ് പിത്തസഞ്ചി. ശരിയായ ദഹനത്തിന് സഹായിക്കുന്ന ബൈൽ ജ്യൂസ് എന്ന മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം സംഭരിക്കുക എന്നതാണ് പിത്തസഞ്ചിയുടെ റോൾ. അമിതമായ കൊളസ്ട്രോൾ നിക്ഷേപം ഉണ്ടാകുമ്പോഴെല്ലാം അത് കഠിനമാവുകയും പിത്തസഞ്ചിയിൽ കല്ലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇവ ഒരു ധാന്യത്തിൻ്റെ വലുപ്പം മുതൽ പല വലുപ്പത്തിൽ ഉണ്ടാകാറുണ്ട്. കൂടാതെ ഒരേ സമയം ഒന്നിലധികം പിത്താശയ കല്ലുകളും രൂപപ്പെട്ടേക്കാം. പിത്താശയ കല്ലുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്: കൊളസ്ട്രോൾ കല്ലുകളും അതുപോലെ തന്നെ പിഗ്മെന്റ് കല്ലുകളും. കൊളസ്ട്രോൾ കല്ലുകൾ സാധാരണയായി മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറമാണ്. അവ ഏറ്റവും സാധാരണമായ പിത്തസഞ്ചി കല്ലുകളാണ്. പിത്തസഞ്ചിയിൽ പിത്തരസത്തിൻ്റെ അമിതമായ സാന്ദ്രത മഞ്ഞ കൊളസ്ട്രോൾ കല്ലുകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. പിഗ്മെന്റ് കല്ലുകൾ ചെറുതും ഇരുണ്ടതുമായ കല്ലുകൾ ബിലിറുബിൻ കൊണ്ടാണ് രൂപപ്പെടുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ നിന്നാണ് ബിലിറുബിൻ വരുന്നത്. ഇത് പിത്തസഞ്ചിയിൽ ശേഖരിക്കപ്പെടുന്നു. പിത്താശയ കല്ലുകളുടെ കാരണങ്ങൾ ഒന്ന് അമിതമായ കൊളസ്ട്രോളിൻ്റെ സാന്നിധ്യമാണ്. പിത്തസഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന പിത്തരസത്തിന് നമ്മുടെ കരൾ പുറത്തുവിടുന്ന കൊളസ്ട്രോളിനെ അലിയിക്കാനും കഴിവുണ്ട്. എന്നിരുന്നാലും പുറത്തുവിടുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് പിത്തരസം പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ അധിക കൊളസ്ട്രോൾ ക്രിസ്റ്റലൈസ് ആവുകയും കടുപ്പമുള്ള മഞ്ഞ നിറമുള്ള കല്ലുകളായി മാറുകയും ചെയ്യും. പിത്തരസത്തിൽ ബിലിറുബിൻ്റെ അളവ് വളരെ കൂടുതലുണ്ടാകുന്നതാണ് കല്ലുണ്ടാകാനുള്ള മറ്റൊരു കാരണം. ചുവന്ന രക്താണുക്കളുടെ തകർച്ചയിൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തുവാണ് ബിലിറുബിൻ. ചിലപ്പോൾ ബിലിയറി ട്രാക്ട് അണുബാധ, ലിവർ സിറോസിസ്, കുറച്ച് രക്തവൈകല്യങ്ങൾ തുടങ്ങിയ ചില മെഡിക്കൽ അവസ്ഥകൾ കാരണം കരൾ അമിതമായ ബിലിറുബിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ അധിക ബിലിറുബിൻ പിത്തസഞ്ചിയിലെ കല്ലുകളുടെ രൂപീകരണത്തിലോട്ട് നയിക്കുന്നു. കല്ലുണ്ടാകാനുള്ള മറ്റൊരു കാരണം എന്നത് പിത്തസഞ്ചി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. പിത്തസഞ്ചി പൂർണ്ണമായും ശൂന്യമാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഈ സാഹചര്യത്തിൽ പിത്തരസം അടിഞ്ഞുകൂടാനും ഏകാഗ്രമാവുകയും കല്ല് രൂപപ്പെടുന്നതിലോട്ട് നയിക്കുകയും ചെയ്യുന്നു. പിത്തസഞ്ചിയിലെ കല്ലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ 75% കേസുകളിലും പ്രധാന ലക്ഷണങ്ങളൊന്നും കാണാറില്ല. എന്നാൽ കല്ലുകൾ നാളിയിൽ കുടുങ്ങിയാൽ തടസ്സമുണ്ടാകാം. ഈ സാഹചര്യത്തിൽ ഇനി പറയുന്ന ഒന്നോ അതിലധികമോ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. അടിവയറ്റിൻ്റെ വലതുഭാഗത്ത് പെട്ടെന്ന് കടുത്ത വേദന അനുഭവപ്പെടുക, തോൾ ബ്ലേഡുകൾക്കിടയിൽ നടുവേദന അനുഭവപ്പെടുക, വലതു തോളിൽ അല്ലെങ്കിൽ തോളലിന് താഴെ വേദന അനുഭവപ്പെടുക, ഓക്കാനം, ഛർദി, ഇരുണ്ട മൂത്രം, ഗ്യാസിൻ്റെ പ്രശ്നം, ദഹനക്കേട്, അസിഡിറ്റി എന്നിവയെല്ലാം കാണാം. പിത്തസഞ്ചിയിലെ കല്ലിൻ്റെ വേദന പെട്ടെന്നുള്ളതും വളരെ തീവ്രവുമാണ്. ഒരാൾക്ക് അടിവയറ്റിൻ്റെ മധ്യഭാഗത്തോ വലതുഭാഗത്തോ ഇത് അനുഭവപ്പെടാം. അല്ലെങ്കിൽ തോളിൻ്റെ ബ്ലേഡുകൾക്ക് നടുവിൽ പുറകിൽ വേദന അനുഭവപ്പെടാം. ഈ വേദന ഏതാനും മിനിറ്റുകളോ ഏതാനോ മണിക്കൂറുകളോ വരെ നീണ്ടു നിൽക്കും. അതിൻ്റെ തീവ്രത കുറയുകയോ വീണ്ടും പ്രത്യക്ഷപ്പെടുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യാം. പിത്തസഞ്ചിയിലൂടെ ചെറുകുടലിലേക്കുള്ള പിത്തരസം കടത്തിവിടുന്നത് പിത്തസഞ്ചിയിലെ കല്ല് തടയുമ്പോഴാണ് ഈ വേദന കൂടുതലും ഉണ്ടാകുന്നത്. ശാരീരിക പരിശോധനയിൽ ചിലപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ സൂചിപ്പിച്ചേക്കാം. സ്കാനിങ്ങിൽ പിത്തസഞ്ചിയിൽ കല്ലുകളുടെ പ്രസൻസോ അതുപോലെ തന്നെ കോളിസിസ്റ്റൈറ്റിസ് മൂലമുണ്ടാകുന്ന അസ്വാഭാവികതകളെയും സാന്നിധ്യം കാണാം. പിത്തസഞ്ചിയിൽ കല്ലുള്ളവർ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളും സംസ്കരിച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. വെജിറ്റബിൾ ഓയിലുകൾ തകർക്കാൻ പ്രയാസമാണ്. പിത്തസഞ്ചി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ശുദ്ധീകരിച്ച വെളുത്ത ഭക്ഷണങ്ങൾ, റൊട്ടി, പാസ്ത മുതലായവ, സസ്യ എണ്ണ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, നിലക്കടലയുടെ എണ്ണ, കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്നിവ സഞ്ചിയിലുള്ള കല്ലിൻ്റെ വലുപ്പം കൂട്ടാനോ വീണ്ടും കല്ല് കൂടുതൽ പെട്ടെന്ന് രൂപപ്പെടാനോ ഉള്ള സാധ്യത കൂട്ടിയേക്കാം. ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം കൊളസ്ട്രോൾ കുറയ്ക്കുകയും പിത്താശയ കല്ല് വരാതെ തടയുകയും ചെയ്യും. മാങ്ങ, മുഴുധാന്യങ്ങൾ, ഓറഞ്ച്, ആപ്രിക്കോട്ട്, മധുരക്കിഴങ്ങ്, ബാർലി മുതലായവ പിത്താശയ കല്ല് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇവയിൽ ഏതെങ്കിലും പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പിത്താശയക്കല്ലിന് സാധ്യതയുള്ളവർ അല്ലെങ്കിൽ പിത്താശയക്കല്ല് ചെറിയ തോതിലെങ്കിലും ഉണ്ട് എന്നുറപ്പിച്ചവർ അമിതമായിട്ടുള്ള കൊഴുപ്പും ജങ്ക് ഫുഡ്സും മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രോഗം കൂടുതൽ കോംപ്ലിക്കേഷൻസിൽ എത്താനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും
ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പിത്തസഞ്ചിയിലെ വേദന കൂടുന്നത് കാണാറ്. വൈകുന്നേരങ്ങളിലോ രാത്രിയിലോ ആയിരിക്കും കൂടുതലും വേദന അനുഭവപ്പെടുന്നത്. ചിട്ടയായ വ്യായാമവും ആരോഗ്യപരമായ ഭക്ഷണവും ഈ രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും.